പ്രേമ ഈ 2020 ക്രിക്കറ്റ് ഇപ്പോൾ വളരെ കുട്ടി ക്രിക്കറ്റ് വളരെ പ്രാധാന്യമേറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2020 ക്രിക്കറ്റ് അല്ലാതെ 50 ഓവർ മത്സരവും ടെസ്റ്റും നമുക്കുണ്ട്. ടെസ്റ്റിൻ്റെ വഴിയെ വിടുകയാണ് പോട്ടെ. അപ്പോൾ ഈ പരിമിത ഓവർ ക്രിക്കറ്റിൽ 50 ഓവർ നിർത്താൻ പോകുന്നു എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും? 50 ഓവർ നിർത്തുകയല്ല, പരിഷ്കരിക്കാൻ പോകും. അതായത് ഈ 50 ഓവർ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് അതിനോടുള്ള താല്പര്യം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്, സമയം കൊല്ലുന്നു. ഇപ്പം ഏകദിന ക്രിക്കറ്റ് ഒരു മത്സരം പണ്ട് കാലത്ത്, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്ലാസ് കെട്ടിയത് പോലും ടി വിയുടെ മുമ്പിൽ ഇരുന്നത് ഒരു ദിവസം പോകും, ഒരു ദിവസം അതിൻ്റെ മുമ്പിൽ ഇരുന്ന ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഇന്ന് അതേപോലെ ക്രിക്കറ്റിനെ എത്രത്തോളം ആളുകൾ പിന്തുടരുന്നു എന്ന് അറിയില്ല. സമയം കളയാനില്ല. ജീവിതം അത്രയ്ക്ക് ഫാസ്റ്റാണ്. അതെ, ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരം കാണാൻ മിനിമം 8 മണിക്കൂർ വേണം. തീർച്ചയായിട്ടും ഒരു ദിവസം പോയി കിട്ടും. രാവിലെ 9 തുടങ്ങിയ വൈകുന്നേരം 4 മണി വരെ. അതെ, ഇപ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം, ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ മാത്രമേ ഒരുവിധമെങ്കിലും ഗ്രൗണ്ടിൽ ആള് നിറയുന്നുള്ളൂ. അതെ 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 ഇന്ത്യയും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ആള് നിറയുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ഇംഗ്ലണ്ട് അതേപോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഏകദിന ക്രിക്കറ്റ് കാണാനായിട്ട് ആള് വളരെ കുറവാണ്. പണ്ടുണ്ടായിരുന്നതിന് പകുതി പോലും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഇത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 50 ഓവർ ക്രിക്കറ്റിന് T20 ക്രിക്കറ്റിന് കിട്ടുന്ന അത്രയും സ്വീകാര്യത ടെലിവിഷൻ തത്സമയ സംപ്രേഷണത്തിൽ കിട്ടുന്നില്ല. ഒരു പരിധിവരെ അതിൻ്റെ സംപ്രേഷണം നടത്തുന്ന ടെലികാസ്റ്റിംഗ് കമ്പനിക്ക് പരസ്യ വരുമാനത്തെ അത് രീതിയിൽ ബാധിക്കുന്നുണ്ട്. പിന്നെ കാലാകാലം നമുക്കറിയാമല്ലോ, ക്രിക്കറ്റ് എന്ന് പറയുന്ന കാലാകാലങ്ങളിൽ ഓരോ പരിഷ്കരണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്നുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആളുകളുടെ ജനകീയത പിടിച്ചെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ICC എന്ത് ഭേദഗതി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, മെക്കൻസി എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഏകദിന ക്രിക്കറ്റിൻ്റെ ഓവർ 50 ഓവർ എന്നുള്ളത് ഇനി 40 ഓവർ ആക്കി. ഈ 50 ഓവർ ഇതിനു മുമ്പ് 60 ഓവർ ആയിരുന്നു. അതെ, അപ്പോൾ അത് 40 ഓവറാക്കി വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം കുറേ കൂടി മത്സരം ആവേശകരമാകും. കാരണം ഇപ്പം തന്നെ ഇപ്പോൾ മഴ മൂലം 25 ഓവറോ 30 ഓവറാക്കി ചുരുക്കുന്ന മത്സരങ്ങളിൽ നടക്കുന്ന വാസ്തവത്തിൽ ഏകദിന ക്രിക്കറ്റ് ആണെങ്കിലും T20 മത്സരമായിരിക്കും നടക്കുക. അതെ, അപ്പോൾ ഓവറുകളുടെ എണ്ണം കുറയുമ്പോൾ മത്സരത്തിൻ്റെ ആ തീവ്രത കുറേ കൂടി ആളുകളിൽ കുറേ കൂടി ആവേശം ഉണ്ടാകും. പരസ്യ വരുമാനത്തിലടക്കം വലിയ വർധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമയ ലാഭമുണ്ട്. ഏറ്റവും പ്രധാനം അതാണ്, സമയലാഭമുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ശുപാർശ വന്നേക്കുന്നത്. ഏതായാലും ICCയുടെ ജനറൽ ബോഡി വരുന്നുണ്ട്. ആ സമയത്ത് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, വേറെയും കുറേ പരീക്ഷണങ്ങൾ നടക്കാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനമാണ് ഒരു ഗ്ലോബൽ T20 ലീഗ്. നമുക്ക് IPL അറിയാമല്ലോ. ഈ IPLന് സമാനമായ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റ് ഒരു കാലത്തുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിലുള്ള T20 ലീഗ് ജേതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുക. ഇപ്പൊ ദക്ഷിണാഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലൊക്കെയുള്ള അതെ, അവിടെ 1-2 സ്ഥാനത്തുള്ള ടീമുകൾ അവിടെ യോഗ്യതാ മത്സരം ജയിച്ച്, അതായത് അവിടുത്തെ ലീഗ് ജേതാക്കളായിട്ടുള്ളവരെ IPLലെ ജേതാക്കൾ 1-2 സ്ഥാനത്തുള്ളവരും പിന്നെ പ്ലേ ഓഫ് യോഗ്യത നേടിയ ടീമുകളൊക്കെ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ രീതിയിൽ ഒരു ഗ്ലോബൽ T20, ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക അങ്ങനെ എണ്ണപ്പെട്ട ചില രാജ്യങ്ങളിലാണ് കളിക്കുന്നതെങ്കിൽ ഈ T20 വന്നതോടുകൂടി അമേരിക്ക വരെ കളിക്കുന്നുണ്ട്. അമേരിക്ക, ഇറ്റലിയിലൊക്കെ ഉണ്ട്, ടീമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, പോർച്ചുഗലിൽ പോലും ക്രിക്കറ്റ് ടീമുണ്ട് പോലും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൗതുകരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് T20യുടെ വരവോടുകൂടിയാണ് ഇത് കുറേ കൂടി ജനകീയമായത്. കാരണം ഈ ICCയുടെ ആദ്യകാല വെർഷൻ ഏതാണ്ട് 1900 ആ സമയത്തൊക്കെയാണ് തുടങ്ങിയത്. ആ സമയത്ത് അതിലുണ്ടായിരുന്നത് വെറും 3 ടീമുകളാണ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക. പിന്നീട് കുറെ കഴിഞ്ഞാണ് ഇന്ത്യയൊക്കെ അതിൽ അംഗമായത്. ഇപ്പൊ ഇന്ത്യയാണ് ICC ഭരിക്കുന്നത്. ഇപ്പോൾ അതിൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 12ആയി. സ്ഥിരം മെമ്പർമാർ 12ആയി, അസോസിയേറ്റ് മെമ്പർമാർ 98. അങ്ങനെ 110 രാജ്യങ്ങൾ ICCയുടെ വേര് പടർന്നു കിടക്കുന്നുണ്ട്. അപ്പം അത്രയും വിശാലമായ ഒരു സെറ്റപ്പിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്ലോബൽ T20 ടൂർണമെന്റ് സംഘടിപ്പിക്കുക ICCയെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര പാടുള്ള കാര്യമല്ല. വരുമാനവും കിട്ടും. കൂടാതെ ഒളിമ്പിക്സിലും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോൾ റെക്കഗ്നിഷൻ കൂടുന്നുണ്ട്, ക്രിക്കറ്റ് വരാൻ പോവുക. അതെ. അപ്പൊ ഇനി മറ്റൊന്നുകൂടി ഉണ്ട്. ഇനി ഓരോ കലണ്ടർ ഫിക്സ് ചെയ്യാൻ പോവുക. ഇപ്പൊ നടക്കുന്ന എന്താ, T20 നടക്കുന്നതിന്റെ കൂടെ ഏകദിനം നടക്കുന്നു, അപ്പുറത്തെ ടെസ്റ്റ് നടക്കുന്നു, സെറ്റപ്പ് സ്പോർട്സ് കലണ്ടർ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അത് മാറ്റിയിട്ട് ഒരു വർഷത്തിൽ 12 മാസം ഉള്ളതിൽ ഇപ്പോൾ 4 മാസം വീതം ക്രമീകരിച്ചിട്ട് അങ്ങനെ ആയിരിക്കണം. ഒരു 4 മാസം ഫുള്ള് T20 ആണെങ്കിൽ അടുത്ത 4 മാസം ഫുള്ള് ഏകദിനം. ആ രീതിയിൽ
ക്രിക്കറ്റ് കലണ്ടർ ഫിക്സ് ചെയ്യാനായിട്ടാണ് ശുപാർശ വന്നേക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ 2027 വരെയുള്ള മത്സരക്രമമൊക്കെ ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ നടപടി ഉണ്ടാകുക. പിന്നെ കോണ്ടിനെൻ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾ കൊണ്ടുവരാൻ പോരുന്നു. ഇപ്പൊ ഏഷ്യ കപ്പ് അത്തരത്തിലുള്ള ഒന്നാണ്. ഏഷ്യയിലുള്ള ക്രിക്കറ്റ് രാജ്യം വൻകരകളെ അപ്പൊ അതേപോലെ ഇപ്പൊ ആഫ്രിക്ക ആ രീതിയിൽ പരിഗണിക്കാം. അല്ലെങ്കിൽ ഇപ്പോ ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ അയർലൻഡ്, ന്യൂസിലാൻഡ് അതേപോലുള്ള രാജ്യങ്ങളും ഒക്കെ പങ്കെടുപ്പിച്ചിട്ട് ആ രീതിയിൽ നോക്കാം. ഏഷ്യയിൽ തന്നെ 3 ടീം വരെ കിട്ടും. ബംഗ്ലാദേശ് കിട്ടും, ശ്രീലങ്ക കിട്ടും, ഇന്ത്യ കിട്ടും, പാകിസ്ഥാൻ കിട്ടും. അത് മാത്രമല്ല നേപ്പാൾ എന്താ മോശമാണോ? നേപ്പാള് അവരും ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ പിന്നെ അഫ്ഗാനിസ്ഥാനും കളിക്കുന്നുണ്ട്. ശരി, ഈ രീതിയിൽ ഉള്ള ടൂർണമെന്റുകളെ കുറിച്ചൊക്കെ ആലോചന വരുന്നുണ്ട്. ഇനി ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്തി അംഗരാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി, അംഗരാജ്യങ്ങളുടെ അടക്കം ഒരു കൺസെൻസസ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. പിന്നെ ഇനി ഈ ക്രിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അത്ര മുടക്കില്ലാത്ത കാലമായിരുന്നെങ്കിൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതിനെ ടൈംലെസ് ടെസ്റ്റ് ആയിരുന്നു. പണ്ട് ടെസ്റ്റ് മത്സരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 ഇന്നിങ്സ്, ആ 2 ഇന്നിങ്സിൽ പൂർണ്ണമായിട്ടും കളിക്കുക, അതിന് സമയമൊന്നുമില്ല. ഇപ്പം ടെസ്റ്റ് 5 ദിവസമാണെങ്കിൽ അന്ന് അതും ഇല്ല, എത്ര വേണേലും കളിക്കാം. 2 ഇന്നിങ്സും കളിച്ച് ഏതെങ്കിലും ഒരു ടീം ജയിക്കുക, തോക്കുക, അതായിരുന്നു ആ കളി അവസാനിപ്പിക്കാനുള്ള മാനദണ്ഡം. ടെസ്റ്റ് പണ്ട് കാലത്ത് 1939 ഡർബനിൽ നടന്ന ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് മത്സരം 12 ദിവസം വരെ നീണ്ടു നിന്നു. ടെസ്റ്റ് മത്സരം അത് അവസാനിപ്പിച്ച എന്തുകൊണ്ടാണ്? കളി തീർന്നതുകൊണ്ടല്ല, ഇംഗ്ലണ്ട് ടീമിന് മടക്കയാത്രയ്ക്കുള്ള കപ്പൽ വന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രോയിൽ അവസാനിപ്പിച്ച് കളി മതിയാക്കി പോവുകയാണ് ചെയ്തത്. പിന്നെ 1889 വരെ ഒരു ഓവറിൽ 4 പന്തായിരുന്നു. പിന്നെ 1999 അത് 5 പന്തായിട്ട് കൂടി. 1900 കാലം ആകുമ്പോഴാണ് ഒരു ഓവറിൽ 6 പന്ത് എന്ന പരിഷ്കരണം വന്നു. പിന്നെ ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ചില രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് 79 കാലം വരെ ഒരു ഓവറിൽ 8 പന്തുള്ള സമയം ഉണ്ടായിരുന്നു, അവിടെ ആഭ്യന്തര മത്സരങ്ങളിലടക്കം. പിന്നീട് അത് കോമൺ ആയിട്ട് 80കളുടെ കാലത്താണ് ഒരു ഓവറിൽ 6 പന്ത് എന്നുള്ളത് നിജപ്പെടുത്തിയത്. പിന്നീട് 71 ഏകദിന ക്രിക്കറ്റ് വന്നപ്പോൾ ഒരു ഇന്നിങ്സ് 60 ഓവർ. 3 ലോകകപ്പ് മത്സരങ്ങൾ പോലും നടന്നത് 60 ഓവർ ഫോർമാറ്റിലാണ്. 87 ലോകകപ്പ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് 50 ഓവർ. അത് മാത്രമല്ല, പിന്നീട് അതുവരെ ഏകദിന മത്സരങ്ങൾ കളിച്ചിരുന്നത് വെള്ളയും വെള്ള ഇട്ടുണ്ടായിരുന്നു. പിന്നീട് കളർ ഡ്രസ്സ് വന്നു. അല്ല, ഞാനൊക്കെ കളി കാണുമ്പോൾ വെള്ളയും വെള്ളയായിരുന്നു, പിന്നെയാണ് കളർ ഡ്രസ്സൊക്കെ വരുന്നത്. പറയല്ലേ, പ്രായ ആളുകൾ 86 കാര്യം ഞാൻ പറയാം. 83 ഇന്ത്യ കപ്പ് നേടുമ്പം എൻ്റെ 6ാം ക്ലാസ് കാലമാണ്, 7ാം ക്ലാസ് കാലമാണ് 83. പിന്നീട് അത് കഴിഞ്ഞ ശേഷം ഞാൻ കാണുന്നത് 86 ഇന്ത്യയിൽ വെച്ചാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പൊ അന്ന് പോലും ഡ്രസ്സ് മാറിയിട്ടില്ല. 87 വേൾഡ് കപ്പ്. പിന്നെ 87 ശേഷമുള്ള ലോകകപ്പ് 91 മറ്റോ ആണ് ആദ്യം കളർ ഡ്രസ്സ് കളിക്കുന്നത്. അത് പാകിസ്ഥാൻ കപ്പെടുക്കുകയും ചെയ്തു അതിൽ. ഏതായാലും അന്ന് തൊട്ട് ഇന്ന് വരെ പിന്തുടർന്ന ഏക ക്രിക്കറ്റ് നിയമം ടെസ്റ്റ് മത്സരങ്ങളിൽ കളി തുടങ്ങിയ 2 മണിക്കൂറിന് ശേഷം 40 മിനിറ്റ് ലഞ്ച് ബ്രേക്കും, പിന്നീട് 2 മണിക്കൂറിന് ശേഷം 20 മിനിറ്റ് ടീ ബ്രേക്കും. ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി രസകരമായൊരു സംഗതി കൂടി പറയാം. ഈ T20 ക്രിക്കറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് സൂപ്പർ മാക്സ് എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചില ഏരിയകൾ അങ്ങോട്ടേക്ക് ബൗണ്ടറി അടിക്കുകയാണെങ്കിൽ 4 റൺ അല്ല 8 റൺ കൊടുക്കും. അത് ചില 6 അടിക്കുമ്പോൾ ചില ഏരിയയിലോട്ട് അടിക്കുന്നതിന് 6 റണ്ണിന് പകരം 12 റൺ. ന്യൂസിലാൻഡിന്റെ പഴയ ക്രിക്കറ്റ് താരമായ മാർട്ടിൻ ക്രോയുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു. മാർട്ടിൻ ക്രോ ആണ് ഇത് വിഭാവനം ചെയ്തത്. അങ്ങനെ ന്യൂസിലാൻഡിൽ ഏതാണ്ട് 7 സീസണിൽ പ്രാദേശികമായി ഇതിന്റെ മത്സരങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയും ന്യൂസിലാൻഡുമായിട്ടൊരു പ്രദർശന മത്സരം പോലും നടന്നു. സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം അതിൽ പങ്കെടുത്തു. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അടിച്ചിട്ടാൽ. അതെ, സച്ചിൻ ടെണ്ടുൽക്കറെ പോലുള്ളവർ പോലും ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഇത് T20 അതായത് ഏകദിന ക്രിക്കറ്റ് എങ്ങനെ കുറെ കൂടി രസകരമാക്കാം എന്നുള്ള ആശയത്തിൽ വർധനവ്. അതെ, ആ സമയത്ത് ഉണ്ടായ ഒരു അതെ ആ സമയത്തുണ്ടായ ഒരു ചിന്തയാണ്. പിന്നീട് T20 ക്രിക്കറ്റ് വരുന്നു. T20 ക്രിക്കറ്റ് അറിയാലോ, ഇപ്പോൾ ക്രിക്കറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ T20 ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ IPL ആണെങ്കിൽ, പാകിസ്ഥാനിൽ PSL, ഓസ്ട്രേലിയയിൽ ബിഗ് ബാഷ് ലീഗ്, വെസ്റ്റ് ഇൻഡീസിൽ CPL കരീബിയൻ പ്രീമിയർ ലീഗ്, ഇങ്ങനെ ഓരോ, ബംഗ്ലാദേശിൽ പോലും എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലായിടവും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ T20 കൊണ്ടും തീരുന്നില്ല. 100 എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ കളി നടക്കുന്നുണ്ട്.
അതായത് ഒരു ഇന്നിങ്സിൽ 100 പന്ത്, അതാണ് അതിൻ്റെ അടിസ്ഥാനം. 2 ഇന്നിങ്സിൽ 100 പന്ത് വീതം. ഇതും കഴിഞ്ഞ് പിന്നെ T10 എന്നും പറഞ്ഞു വന്നു. 2020 ക്രിക്കറ്റിനെ വീണ്ടും വെട്ടിച്ചെറുതാക്കി. 10 ഓവർ മാച്ച് വീണ്ടും ചെറുതാക്കി. മറ്റേ സൂപ്പർ സിക്സസ് എന്നും പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. പക്ഷെ അതിൽ കളിക്കാരുടെ എണ്ണം കുറവാണ്. ബാക്കി എല്ലാത്തിലും 11 പേര് കളിക്കാമെങ്കിൽ സിക്സസിൽ കളിക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ഇതിലൊക്കെ പങ്കെടുക്കുന്നതിലേറെയും വിരമിച്ച താരങ്ങളും ഒക്കെയാണ്. സജീവ ക്രിക്കറ്റിലുള്ളവർ അധികം അങ്ങനെയുള്ള ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ വുമൺസ് ക്രിക്കറ്റിൽ പോലും കുട്ടി ക്രിക്കറ്റിനാണ് പ്രാധാന്യം. അത് കണ്ടുകൊണ്ടാണല്ലോ ഇവിടെ വനിതാ 2020 ടൂർണമെന്റ് ഒക്കെ WPL ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏകദിനത്തിന് ഈ 50 ഓവർ സമയം കൊല്ലാൻ ആൾക്കാർക്ക് 50 ഓവർ എന്നുള്ള ഏകദിന ഫോർമാറ്റിന് വലിയ ആയുസൊന്നും ഇല്ല. വെട്ടിച്ചുരുക്കിയേ വരൂ. ഇനി ഈ പറഞ്ഞ പോലെ സൂപ്പർ മാക്സ് എന്ന് പറയുന്ന സങ്കല്പം ആലോചിക്കാവുന്നതാണ്. ഒരു മത്സരം കുറേ കൂടി ആവേശകരമാക്കുക, ഒരു പ്രത്യേക ഏരിയയിൽ അടിക്കുന്നെങ്കിൽ അധികം റൺസ് കൊടുക്കുന്ന. പിന്നെ കാലക്രമത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ക്രിക്കറ്റിൽ ഇതേപോലെ കൊണ്ടുവന്ന് ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാന സംഗതിയായിരുന്നു മറ്റേ സൂപ്പർ സബ് എന്നും പറഞ്ഞു. കാര്യം ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള കായിക വിനോദം ഫുട്ബോളാണ്. അപ്പോൾ അതിൽ ഒരു കളിക്കാരന് പകരം മറ്റൊരു കളിക്കാരനെ ഇറക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് അനുവദനീയമാണ്. അപ്പോൾ അത് പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ കോപ്പി അടിച്ചാണ് ക്രിക്കറ്റിൽ കൊണ്ട് സൂപ്പർ സബ് ഇറക്കിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ കളിക്കാരിൽ ആദ്യത്തെ സൂപ്പർ സബ് സുരേഷ് റൈനയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സൂപ്പർ സബ് ടോസ് കിട്ടുന്ന ടീമിന് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കാര്യം അവർ ആദ്യമാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ മാറ്റിയിട്ട് അടുത്ത ഇന്നിങ്സിൽ ഒരു ബോളറെ ഇറക്കാം. രണ്ടാമത് കളിക്കുന്നവർക്ക് അത്ര വലിയ ആനുകൂല്യം കിട്ടണമെന്നില്ല. അപ്പോൾ അത് പരാജയപ്പെട്ട് 2005 തുടങ്ങിയ തൊട്ടടുത്ത വർഷം 2006 അത് പരാജയപ്പെട്ടു, അതും ഒഴിവാക്കി. പിന്നീട് അതിനു മുമ്പ് നമ്മൾ ഏകദിന ക്രിക്കറ്റ് ആയിരുന്നു, അന്ന് 2020 ഇല്ല. അതിനു മുമ്പായിരുന്നു നമ്മുടെ ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസ്. ആദ്യ 15 ഓവറിൽ ഫീൽഡിംഗ് നിയന്ത്രണം. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ശ്രീലങ്കയ്ക്കാണ്. അവർക്ക് ആകെ കുട്ടിയ ലോകകപ്പ് അതിൻ്റെ പേരിലാണ്. മനസ്സിലായി. മറ്റേ രമേഷ് കലുവിതരണയും ജയസൂര്യയും കൂടി അടിച്ച് തൂഫാനാക്കിയ. അപ്പോൾ അവരാണ് അതിൻ്റെ പ്രയോജനം ഏറ്റവും ഉണ്ടാക്കിയത്. പിന്നീട് കുറെ കൂടി ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇത് കൊണ്ടുവന്നത് എന്താണ്, പേര് പറയുമല്ലോ, പിന്നെയും കുറെ കൂടി ആകർഷകമാക്കാൻ വേണ്ടിയാണ് പവർ പ്ലേ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. അതായത് 1 മുതൽ 10 വരെയുള്ള ഓവറിൽ ഒരു പവർ പ്ലേ, പിന്നെ 11 മുതൽ 40 വരെ ഓവറിൽ വേറൊരു പവർ പ്ലേ, അതെപ്പോൾ വേണേലും എടുക്കാം. പിന്നെ 41 മുതൽ 50 ഓവറിനിടയിൽ മറ്റൊരു പവർ പ്ലേ. പക്ഷെ ഇതൊക്കെ എല്ലാം ബാറ്റ്സ്മാൻമാർക്ക് ആനുകൂല്യം കിട്ടുന്ന ഒരു സങ്കല്പമാണെന്ന്. 2020 ബൗളർക്ക് ഒരു റോളും ഇല്ലല്ലോ. ഇല്ല. പിന്നെ DRS കൊണ്ടുവന്നു. അതായത് ഫീൽഡ് അമ്പയർ എടുക്കുന്ന തീരുമാനം അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സച്ചിൻ ടെണ്ടുൽക്കർക്ക് എത്ര നഷ്ടമായിട്ടുണ്ട്. അത് പിന്നെ DRS കൊണ്ടുവന്നു. അമ്പയറുടെ തീരുമാനത്തെ നമുക്ക് ചലഞ്ച് ചെയ്യാമെന്നായി. പിന്നെ നോ ബോളിന് ഫ്രീ ഹിറ്റ് കൊണ്ടുവന്നു. ഇതെല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ക്രിക്കറ്റിനെ കുറെ കൂടി ആകർഷകമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതൊക്കെ കുറേയൊക്കെ സക്സസ് ആണ്. ഇപ്പം DRS ഒക്കെ വലിയ വിജയകരമായ സംഗതിയാണ്. പക്ഷേ ഫ്രീ ഹിറ്റിനോട് എനിക്ക് വ്യക്തിപരമായ വലിയ വിയോജിപ്പുണ്ട്. കാര്യം ഈ പറയുന്ന ബോളർമാരെ അവിടെ കൊടുത്ത് വാങ്ങിയതാണ്. അവർ ചെയ്യുന്ന പിഴയ്ക്ക് വലിയ ശിക്ഷ, ബാറ്റ്സ്മാൻമാർക്ക് പരമാവധി ആനുകൂല്യം. റൺ അടിച്ച് കയറ്റുന്നത് മാത്രമാണ് ക്രിക്കറ്റ് എന്ന് പൊതുവിലൊരു ധാരണയുണ്ട്. പക്ഷേ ബോളർമാർക്ക് ഒരു റോളും ഇല്ല. എറിഞ്ഞ് വിക്കറ്റ് കിട്ടിയ ഭാഗ്യം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തു ആയിക്കോട്ടെ, ഏതായാലും 50 ഓവർ കാലക്രമേണ അത് തുടരാനൊക്കില്ല. കാര്യം ടെസ്റ്റ് ക്രിക്കറ്റിന് ഇപ്പോഴും കാഴ്ചക്കാരുണ്ട്. കാര്യം അടിയുറച്ച കടുത്ത ക്രിക്കറ്റ് ആരാധകർക്ക് തൃപ്തിപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമാണ്. യുവാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിലോട് അഭിനിവേശം, അതായത് താല്പര്യപ്പെട്ടു. അവരെ തൃപ്തിപ്പെടുത്താൻ ഏകദിനത്തിന് പറ്റുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അവർക്ക് 2020 തന്നെ പല രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ ഏകദിനത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇമാതിരി ചില ചെയ്തേ പറ്റും.